ബിന്ദുവിന്റെ മൃതദേഹം പുറത്തേക്ക് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുറത്തേക്കെടുത്ത് ആംബുലൻസിലേക്ക് കയറ്റുന്ന വിഷ്വലാണ് കാണുന്നത്. ആ സമയം തന്നെ കോൺഗ്രസിന്റെ പ്രതിഷേധ മുദ്രാവാക്യവും ഉയരുന്നുണ്ട്. വലിയ രീതിയിൽ രഘുനാഥനാരായണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബിന്ദുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. ഉച്ചയോടുകൂടിയാണ് മരണം സംഭവിക്കുന്നത്. തലയ്ക്ക് നല്ല രീതിയിൽ ക്ഷതം ഏറ്റിരുന്നു. അങ്ങനെ 2 മണിക്കൂർ കെട്ടിടാവശിഷ്ടങ്ങളിൽ കിടന്ന ബിന്ദു മരണപ്പെട്ടു. വീട്ടിലേക്ക് അങ്ങേയറ്റം ദുഃഖത്തോടുകൂടി, കാരണം മകളുടെ ചികിത്സയ്ക്കായി എത്തിയ ബിന്ദു ഇങ്ങനൊരവസ്ഥയിൽ വീട്ടിലേക്ക് എത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്ങനെ സഹിക്കും ആ കുടുംബം, ആ മക്കൾ എങ്ങനെ സഹിക്കും, ആ ബന്ധുക്കൾ എങ്ങനെ സഹിക്കും? ആ ചേതനയേറ്റ് കിടക്കുന്ന ബിന്ദുവിൻ്റെ ശരീരമാണിപ്പോൾ നമ്മൾ കാണുന്നത്. അത് കുടുംബത്തെ സംബന്ധിച്ചോളം അത്രമാത്രം വേദനയായിരിക്കും അവർ അനുഭവിക്കുക എന്നുള്ളതാണ്. കാരണം മകളുടെ ചികിത്സയ്ക്ക് രാതുരാലയത്തെ സംബന്ധിച്ച് ആശ്വാസത്തിനായി നമ്മൾ എത്തുകയാണ്. തിരികെ ആരോഗ്യത്തോടെ മകൾക്കൊപ്പം മടങ്ങുക, അതായിരിക്കണം ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഈ കാഴ്ച അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ്. ആർക്കും ഈ ഗതി ഇനി ഉണ്ടാകരുതേ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ ബിന്ദുവിൻ്റെ നടക്കുക. 2 മണിക്കൂറോളം ആ മണ്ണിനടിയിൽ, ആ കെട്ടിടത്തിനടിയിൽ ജീവന് വേണ്ടി മല്ലടിച്ചു. പക്ഷേ അതൊന്നും പ്രതീക്ഷാ നിർഭരമായി മാറിയില്ല. മരണം സംഭവിച്ചു. എടുക്കുമ്പോൾ തന്നെ സംഭവ സ്ഥലത്ത് നിന്നും ശരീരം എടുക്കുമ്പോൾ തന്നെ മരണപ്പെട്ടിരുന്നു. പിന്നീട് ഒരു പ്രതീക്ഷയും ഉണ്ടായില്ല. പിന്നീട് സ്ഥിരീകരണം മാത്രം കഴിയുന്നതായി നമ്മൾ കാത്തിരുന്നു. 1 മണിയോടുകൂടി തന്നെ ആ അറിയിപ്പ് ആശുപത്രിയിൽ നിന്നെത്തി. ബിന്ദു മരണപ്പെട്ടു എന്ന് ഭർത്താവിനെ അറിയിക്കുന്നു. അലമുറയിട്ടുകൊണ്ട് 2 മക്കൾ, കുഞ്ഞുങ്ങൾ കരയുന്ന കാഴ്ചകൾ വേദനയോടെ നമ്മൾ കണ്ടിപ്പോൾ നാട്ടിലേക്ക്, തലയോലപ്പറമ്പിലേക്ക് മൃതദേഹം കൊണ്ടുപോവുകയാണ്. ചാണ്ടി ഉമ്മൻ തുടക്കം എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ചാണ്ടിയുമ്മൻ ഇപ്പോൾ രഘുനാഥ് ചേരുന്നുണ്ട്. രഘു, എന്താണ് അവിടെ പ്രതിഷേധം?